എന്തുകൊണ്ടാണ് സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ ഏൻഷ്യൻറ്റ് ഏൻഷ്യൻറ്റ് സിറ്റീസ് എന്ന് പറയാനുണ്ടായ കാരണം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ? നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് അറബിക്കാണ്, പിന്നെ അറാമിക്കുണ്ട്, പിന്നെ പല ഭാഷകളുണ്ട്. അവിടെ കർഡിഷ് വേറെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പല വിഭാഗക്കാർ ചേർന്ന് ഒരു രാജ്യമാണ്. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ഇസ്ലാം മാത്രമൊന്നുമല്ല എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് സിറിയയിലാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസസ് ടർക്കി ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് നോക്കാം. എന്താണ് ബൈബിൾ, സെമറ്റിക് മതമായ ബൈബിളിനും അതേപോലെ തന്നെ ഖുറാനും ഇതുമായിട്ട്, ഈ സിറ്റിയുമായിട്ടും ഈ സിറിയ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ടും വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ബൈബിളിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ എബ്രഹാം, അതായത് ജെനസിസിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഈ സിറിയ വഴിയാണ് കനാൻ ദേശത്തോട്ട് പോയത്. അതേപോലെ തന്നെ ജെനസിസിലുള്ള പല കഥാപാത്രങ്ങളും സിറിയയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഡമാസ്കസ് സിറ്റിയെ, ആലാപ്പോ ആ സിറ്റിയെപ്പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ബൈബിളിൻ്റെ പൗലോസ് അദ്ദേഹം കൺവേർഷൻ, അതായത് ക്രിസ്ത്യാനായത് ഈ ഡമാസ്കസിൽ വെച്ചാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബിബ്ലിക്കൽ കഥാപാത്രങ്ങളായ പലരും ഇവരെല്ലാം തന്നെ സിറിയയും ഡമാസ്കസിനെയും പരാമർശിക്കുന്നുണ്ട് ഈ ഏൻഷ്യൻ സിറ്റിയെപ്പറ്റി. കാരണം ഏൻഷ്യൻ സിറ്റിയുടെ പ്രത്യേകതയുണ്ട്. കാരണം പുണ്യപുരാതന സിറ്റിയും നഗരവും രാജ്യമെന്നാണ് ബൈബിളിൽ ഇതിനെപ്പറ്റി പറയുന്നത്. അതേപോലെ ഖുറാനിൽ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, അതായത് പ്രോഫറ്റ് മുഹമ്മദ് പറയുന്നുണ്ട്, അത് സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ് സിറിയ. അപ്പോൾ ഖുറാനുമായിട്ടുള്ള അതിൻ്റെ ഹദീസ് എഴുതിയ അതുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റേഴ്സ് ഈ ഡമാസ്കസിൽ നിന്ന് ആലപ്പോ എന്നുള്ളവരാണ്. അതായത് ഈ രണ്ട് മതവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഖുറാൻ്റെ അകത്ത് പറയുന്ന പല ബിബ്ലിക്കൽ കഥാപാത്രം, അതായത് ഈസാ നബി ആണെങ്കിലും മറ്റുള്ളവരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഡമാസ്കസും സിറിയയുമായിട്ട് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഇതിനെ ഗോൾഡൻ ഏജ് എന്ന് പറയാനുണ്ടായ കാര്യം, അല്ല സുവർണകാലം, ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ ഭരിച്ചിരുന്ന സുന്നികളായ ആൾക്കാർ, ഭരണാധികാരികൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിൻ്റെ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ മാറ്റിവെക്കുന്ന ഇപ്പോഴത്തെ വഹാബിസോ സലഫിസോ അല്ലേ ഞാൻ ഈ പറയുന്നത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് സയൻസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സാഹിത്യമാണെങ്കിലും അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചർ അതിന് ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ആ സമയത്താണ്. അവിടെ പലതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രമാത്രം ഇൻ അഡ്വാൻസ് ആയിരുന്നു അന്നത്തെ കാലയളവിൽ, ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആ കാലയളവിൽ അവിടെ രാജ്യം ഭരിച്ചിരുന്ന ഇസ്ലാമിക ഭരണാധിപതി. പക്ഷേ ഇസ്ലാമിലാണ് വിശ്വാസം, പക്ഷെ അവർ മോഡേൺ വേൾഡിലോട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. കാരണം നമ്മളിപ്പം കേരളത്തിലെ സുഡൂക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണ്, സിറിയയിലുണ്ടായിരുന്ന ഇസ്ലാമിക ഭരണകർത്താക്കൾ ആ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് സിറിയയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് സുന്നി മുസ്ലിം ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന തീവ്രത സംഭവം ഇല്ലായിരുന്നു. പിന്നീടാണ് ഈ സംഭവങ്ങൾ പിന്നീട് പല രീതിയിൽ ഇത് കയറി വരികയും, അതായത് അതിന് ആസാദ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി, അത് അയാളുടെ പിതാവ്, അവർ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് അവരുടെ ഭരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അടിക്കാനും പിടിക്കാനും സ്വാതന്ത്ര്യമില്ലാതെ. ആലോചിച്ച് നോക്കുക, പഴയുള്ള ഇസ്ലാമിക ഭരണാധികാരികൾ സിറിയയിൽ ഭരിച്ചിട്ട് സമയത്ത് അന്നിവിടെ ജനാധിപത്യമുണ്ട്. അത് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഈ കാലിഫേറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് പല രീതിയിൽ മാറി മറിയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തെപ്പറ്റി പറയുമ്പോഴും ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന സിറിയൻ ഡമാസ്കസ് വാലിപ്പോ ആണ്. ഏറ്റവും കൂടുതൽ റൈറ്റേഴ്സ് ഇസ്ലാമിൽ ഉണ്ടാകുന്ന ആ ഭാഗത്തു നിന്നാണ്. അതേപോലെ ക്രിസ്ത്യൻ ബിബ്ലിക്കൽ കഥാപാത്രങ്ങൾ, അത് ഇസ്രായേൽ ഉറപ്പായിട്ടും, പക്ഷേ അവരെല്ലാം പരാമർശിക്കുകയും അതിൻ്റെ റൈറ്റേഴ്സും ഓതേഴ്സും ഒക്കെ ഉണ്ടാകുന്ന സിറിയയിൽ നിന്നാണ്. അപ്പോൾ ആ സിറിയയിൽ ആ രണ്ട്, ഇപ്പോൾ അറബി ആണെങ്കിൽ തന്നെ അരാമിക് ആണെങ്കിലും പ്രധാനപ്പെട്ട ഭാഷയാണെങ്കിലും, പക്ഷേ ഈ ജനങ്ങൾ തമ്മിൽ ഭയങ്കര
ഒരു പ്ലൂറൽ ബന്ധം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവർ ഈ വിവാഹത്തിൽ നിന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ കാലത്ത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നീടാണ് ഈ പല മാറ്റങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഏജിൽ കണ്ടംപററി ഇപ്പോഴത്തെ ഏജ് നോക്കുവാണെങ്കിൽ ഈ ആസാദിൻ്റെ പിതാവാണ് ഈ കർശനമായ സംഭവങ്ങളെല്ലാം കൊണ്ട് പിന്നെ ആസാദ് ഇത് കൊണ്ടുവരികയും അയാൾക്കത് പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ വൃത്തികേടുകളും കൊണ്ടുവന്നു. പിന്നെ നോക്കുക ISISൻ്റെ ആസ്ഥാനം വരെ പിന്നെ റാഖ ഈ സിറിയയിലായി മാറി. അൽ ഖയ്ദയുടെ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിറിയയിലായി മാറി. പിന്നീട് അതങ്ങ് മടുത്ത് നാശം. ഏറ്റവും ആലോചിക്കുക, അറേബ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറലി വെൽ ഡെവലപ്ഡ്, അതായത് മോഡേൺ രീതിയിലുള്ള അഗ്രികൾച്ചർ ഫാമിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു സിറിയ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, യൂഫ്രട്ടീസ് നദിയുണ്ട്, അതിൻ്റെ ഒരു സംസ്കാരം തന്നെ ഉണ്ട്. അതായത് ആദ്യത്തെ മൊസപ്പൊട്ടേമിയ സംസ്കാരമാണെങ്കിലും നമ്മൾ ആദ്യകാലത്തെ സംസ്കാരമൊക്കെ ഉണ്ടാകുന്ന സിറിയയിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലെ കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നതൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്ന അവിടെ നിന്നാണ്. ഇപ്പോൾ രസകരമായ സംഭവത്തെപ്പറ്റി നിങ്ങൾ വായിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോഴത്തെ നമ്മൾ ആൾക്കാരെ റിലീജിയൻ നോക്കുമ്പോഴും എന്തായിരുന്നു അന്നത്തെ കാലത്ത് സിറിയ. അപ്പോൾ അന്ന് സിറിയ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു ലോകത്തിന് വേണ്ടി. അതായത് കോൺട്രിബ്യൂട്ട് ചെയ്തത് അന്നത്തെ ഇസ്ലാം ഭരണാധികാരികളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അവർ സെക്കുലർ രീതിയിലാണ് ഇത് ഒരു പ്ലൂറലിസം, ആ രീതിയിലാണ് അതന്നത്തെ ഇസ്ലാമിക ഭരണാധികാരികൾ ലോകത്തെ മുൻകൂട്ടി കണ്ട് ഈ സംഭവം പോവുകയും അതിൻ്റെ പേരിലാണ് അതിനെ സുവർണ കാലഘട്ടം ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് സിറിയ, ഡമാസ്കസ്, അലിപ്പോ ആ സിറ്റികളെയാണ്.